എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഈ വടക്കേ മലബാറിൽ മാത്രം കാണാവുന്ന ഒരു പൂരം. അത് പൂരങ്ങൾ ഇഷ്ടംപോലെ തെക്ക് തൃശ്ശൂർ പൂരം അങ്ങനെ ഒരുപാട് എല്ലാ നാട്ടിലും പൂരമുണ്ട്. പക്ഷേ ഈ വടക്കേ മലബാറിലെ പൂരം എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും ശിവഭഗവാനെയാണ് പൂജിക്കുക. ഇത് കാമദേവനെ പൂജിക്കുക. അതായത് ശിവൻ്റെ കോപാഗ്നിയിൽ വെന്തിരിഞ്ഞ കാമദേവനെ കന്യകമാർ, ഋതുമതികളാവാത്ത കന്യകമാർ 9 ദിവസം അല്ലെങ്കിൽ 7 ദിവസം 11 ദിവസം അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ ഇതാണ്. അങ്ങനെ പൂജിക്കുന്ന ഒരു ചടങ്ങാണ് അത്. എനിക്ക് തന്നെ ഞാൻ 1-2 പ്രാവശ്യം അങ്ങനെ ഇട്ടിട്ടേ ഉള്ളൂ. അപ്പം ഇവിടെയുള്ള ഇതൊരു വലിയൊരു നായർ തറവാടാണ്, പുറവങ്കര തറവാട്. അപ്പോൾ അവിടെ ഈ പ്രാവശ്യത്തെ പൂരം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എല്ലാവരും ഒന്ന് കണ്ടോട്ടെ എന്ന്. അങ്ങനെ ഞാനിവിടെ വളരെ ഗംഭീരമായിട്ടാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ ഇവിടുത്തെ കാമൻ ഇപ്രാവശ്യം ചെറുതായിട്ടാണ്. അതിനെന്താ ഒരു തടുപ്പക്കാമൻ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. മറ്റേ വലിയ കാമദേവൻ്റെ രൂപത്തിൽ തന്നെ പൂ കൊണ്ടിടുന്ന ചടങ്ങാണിത്. ഇവിടെ ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ കാമദേവൻ്റെ രൂപമായിട്ട് ഇട്ടിട്ടില്ല. ഇവിടെ പാടില്ല, ആരും മരിച്ച ഒരു വർഷം കഴിയാണ്ട് അങ്ങനെ ഇടാൻ പാടില്ല അത്രേ. അപ്പം അതും വേറൊരു വീട്ടിലുള്ള കാമദേവൻ്റെ രൂപത്തിലുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ ഈ സമയത്ത് പൂരക്കളി എല്ലാ ദേവീക്ഷേത്രത്തിലും പൂരക്കളി അതിപ്രധാനമാണ്. അതും വളരെ രസകരമായിട്ടാണ് കളിക്കുക. എല്ലാവരും അതിൽ മുഴുകി കളിക്കും. അത് പറ്റുകയാണെങ്കിൽ ഞാൻ അതും കൂടെ നിങ്ങളെ കാണിക്കാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ചടങ്ങും അതിനെ കുറിച്ചും നമുക്ക് അറിയാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. വിശദമായിട്ട് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ അധ്യാപകനും ഈ തറവാട്ട് കാരണവരുമായ ദിവാകരൻ സാറിൻ്റെ അടുത്തും അവരുടെ അനിയത്തിൻ്റെ അടുത്തും ചോദിച്ചറിയാം. സാറ് പറയൂ എന്നാൽ എന്താണ് ഈ പൂരം? നമ്മൾ ഇവിടെ ആചരിക്കുന്ന പൂരം തെക്കോട്ടുള്ള ക്ഷേത്രങ്ങളിൽ ആചരിക്കുന്ന സമയത്തല്ല. നമ്മളിവിടെ മീനമാസത്തിലാണ് നമ്മൾ ഈ വടക്കൻ മലബാറിലുള്ള പൂരം. അവർ തെക്കോട്ടുള്ള പല ക്ഷേത്രങ്ങളിലും മേടമാസത്തിലെ പൂരമാണ് ആഘോഷിക്കുന്നത്. രണ്ടും രണ്ട് വ്യത്യാസം. തെക്കോട്ടുള്ള സങ്കല്പം ശിവനെ പ്രീതിപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഇവിടെ കുമാരിമാരെ ഒരു പ്രത്യേക പൂജയാണിത്. അപ്പോൾ കാമദേവനെ പ്രീതിപ്പെടുത്തുന്ന ഒരു ഇതാണ്. അപ്പോൾ ഈ കാമദേവൻ്റെ രൂപമെല്ലാം ഉണ്ടാക്കലുണ്ട്. ഈ പൂക്കളെ കൊണ്ട് കാമദേവൻ്റെ രൂപമൊക്കെ ഉണ്ടാക്കലുണ്ട് തറവാടുകളിൽ. പക്ഷെ അതിന് ചില നിബന്ധനകളുണ്ട്. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഒരു പൂരം കഴിഞ്ഞിട്ട് അടുത്ത പൂരം വരെ ആ തറവാട്ടിൽ ആരും മരിച്ചാൽ പൊല കൊള്ളണം. ഈ പൊല സാധാരണ നമ്മൾ മരിച്ച പൊല കൊള്ളുന്നത് 12 ദിവസം 16 ദിവസമൊക്കെയാണ്. പക്ഷേ തറവാട്ടിൽ ഈ കാമദേവൻ്റെ പൊല കൊള്ളുന്നത് 1 വർഷമാണ്. അപ്പോൾ 1 വർഷക്കാലം തറവാട്ടിൽ ആരും മരിച്ചിട്ടില്ലെങ്കിൽ മാത്രമേ കാമദേവൻ്റെ രൂപം ഇവിടെ സങ്കല്പിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ എൻ്റെ അറിവിൽ ഒരൊറ്റ കാമദേവനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതെ അത്രേ കണ്ടിട്ടില്ല. പിന്നെ ഈ വടക്കേ മലബാറിലുള്ള ക്ഷേത്രങ്ങളിലും നമ്മുടെ തറവാട്ടിലും ചെറിയൊരു വ്യത്യാസവും കൂടിയുണ്ട്. വടക്കേ മലബാറിൽ 9 ദിവസമാണ് പൂരം. പ്രത്യേകിച്ചും ഇവിടെ ഈ ചില പ്രത്യേക സമുദായത്തിൻ്റെ ക്ഷേത്രങ്ങളിലാണ് വടക്കേ മലബാറിൽ കാര്യമായ പൂരാഘോഷം. ഒന്ന് ഈ കടപ്പുറത്ത് ഉള്ള മുക്കുവരുടെ ക്ഷേത്രങ്ങളിൽ വളരെ പ്രധാനമാണ്. അതുപോലെ ഈ വാണിയ സമുദായക്കാരുടെ ക്ഷേത്രങ്ങളിൽ വളരെ പ്രധാനമാണ്. മറ്റ് നായർ തറവാടുകളിൽ വളരെ അപൂർവമായിട്ടുള്ള ഒരു തറവാടുകളിൽ ഉണ്ട്. നമ്മൾ 7 ദിവസമേ ഉള്ളൂ, അവർ 9 ദിവസം. അതെ അതെ, അവർ കാർത്തിക മുതൽ 9 ദിവസം. ഇവിടെ വടക്കേ മലബാറിൽ സ്വതവേ 9 ദിവസം. പക്ഷെ നമ്മൾ തറവാട്ടിലത്
9 ദിവസം ഇല്ല, 7 ദിവസം മാത്രമേ ഉള്ളൂ. മകീര നക്ഷത്രം മുതലാണ് നമ്മൾ ശിവന്റെ കോപാഗ്നിയിൽ വെന്തെരിഞ്ഞ കാമദേവനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി. അതുകൊണ്ടാണ് ഈ കുമാരികളെ കൊണ്ട് ചെയ്യിക്കുന്നത്. കാരണം അവർക്കാണല്ലോ കുടുംബം, പിന്നെ അവരാണല്ലോ തലമുറയായി വരുന്നത്. അപ്പോൾ അവർക്കാണ് കാര്യമായി ഇവരുടെ അനുഗ്രഹം വേണ്ടത്. അപ്പോൾ അതാണ് എൻ്റെ സങ്കല്പം. ഈ കുട്ടികൾ ഋതുമതികളായ അതിന് മുമ്പുള്ള കുട്ടികൾ ഋതുമതികളായാൽ അവർക്കതിന് അർഹതയില്ല. അതാണ് അപ്പൊ എങ്ങനെയാണ് ചടങ്ങ്? എങ്ങനെയാ ഈ കാർത്തിക നാളിൽ തുടങ്ങുന്നു പറഞ്ഞല്ലോ. അപ്പൊ എങ്ങനെയാ ആദ്യത്തെ ദിവസം മുതൽ 9 ദിവസം? 7 ദിവസം. രാവിലെ കുഞ്ഞുങ്ങൾ കുളിച്ചിട്ട് നമ്മൾ രാവിലെ ആദ്യം പൂപ്പറിച്ച് ഇപ്പൊ ഈ കുഞ്ഞുങ്ങളെല്ലാം ഇതിന് പ്രത്യേകതരം പൂക്കൾ വേണം. ഉണ്ട്. ചെമ്പകം, ചെമ്പരത്തി, ഇങ്ങനത്തെ എല്ലാം പൂക്കളാണ്. മറ്റു വേറെ ഇങ്ങനെ നരയമ്പൂണ്ട്. അത് നമുക്ക് പറ്റൂല. എന്താ വെച്ചാൽ നമുക്ക് വലിയ കാമൻ ഉണ്ടെങ്കിലേ നമുക്ക് നരയമ്പൂ പറ്റൂല. വലിയ നമുക്ക് ഇങ്ങനെ മരിച്ചാൽ പിന്നെ ഇല്ലല്ലോ നമുക്ക്. അങ്ങനെ മറ്റുള്ള പൂക്കൾ എല്ലാം എടുക്കാം. മറ്റു ചെക്കിപ്പൂ അതൊന്നും പറ്റൂല. ചെക്കിപ്പൂ പറ്റില്ല. ചെക്കിപ്പൂ നമുക്ക് മറ്റേ വലിയ കാമൻ ഉണ്ടെങ്കിൽ അതിന് പറ്റും, നമുക്ക് പറ്റൂല. അങ്ങനെ കുഞ്ഞു രാവിലെ വന്ന് കുളിച്ച് പൂടിച്ച് തൊഴുത് അരിയും കുറിയെല്ലാം കാമന് കൊടുക്കണം. സന്ധ്യക്കും പൂജാമുറിയിലാണോ ചെയ്യാ? പൂജാമുറിയിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർക്ക് കഞ്ഞി കൊടുക്കണം. കൂട്ടി കഴിഞ്ഞിട്ട് അവർക്ക് കഞ്ഞിയും പൂരക്കഞ്ഞി സാധാരണ കഞ്ഞി തന്നെ. സാധാരണ കഞ്ഞി എന്തെങ്കിലും ഉപ്പേരിയോ എല്ലാം കുഞ്ഞുങ്ങൾ കഞ്ഞി വെച്ചിട്ട് പിന്നെ അവർ കുഞ്ഞുങ്ങൾ ഇറച്ചിയോ മീൻ അങ്ങനത്തെ ഒന്നും കഴിക്കാൻ പാടില്ല 7 ദിവസം. നമ്മാരും കഴിക്കൂല. പിന്നെ സന്ധ്യക്ക് ഇതേപോലെ കാമന് അരിയും കുറിയും ഇട്ടിട്ട് കൊടുക്കും. പിന്നെ ഈ 7ാമത്തെ ദിവസം രാവിലെ പൊലച്ചക്ക് കാമന് ഒരു അട ഉണ്ടാക്കും. ഉപ്പിടാതെ ഇലയിലാക്കുന്ന അട. അത് രാവിലെ പൊലച്ചക്ക് 4 മണിക്ക് ഈ 3 ഇല അട വെച്ചിട്ട് അതിൽ നമ്മൾ വിളമ്പണം. കാമന നമ്മൾ പറഞ്ഞേക്കുന്നതാണ്. പിന്നെ കോടി പൂര കുഞ്ഞുങ്ങൾ 1 വയസ്സിലാക്കുന്ന ചെറിയ കുഞ്ഞുങ്ങൾ കോടി കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ വീട്ടിൽ നിന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരും. അത് കാമന് വിളമ്പണം. പൊലച്ചക്ക് ഇന്ന് നാളെ പൊലച്ചക്ക് ഇതെല്ലാം വിളമ്പിയിട്ട് ആദ്യം അരിയും കുറിയെല്ലാം കൊടുത്തിട്ട് കാമനമ്മ വരച്ച് കൂട്ടയിലാക്കും. ഒരു പാട്ടൊക്കെ ഓർമ്മയുണ്ട് എനിക്ക്. എന്തോ പാടുമല്ലേ? വടക്കേക്ക് പോലെ കാനങ്കാടേക്ക് പോലെ കാമ വടക്കോട്ടേക്ക് പോകാൻ പാടില്ല, തെക്കോട്ടേക്ക് പോകണമെന്നാ പറയല്. അങ്ങനെയാണ് പറയല്. എന്നിട്ട് അമ്മ പോയിട്ട് പ്ലാവിൻ്റെ വീട്ടിൽ ഒരു പിന്നെ ഇത് ഓലയുടെ കൊടി വെച്ചിട്ട് അതിൽ ഈ കാമന ആട് വെച്ചിട്ട് ആടിനും നമ്മൾ തൊട്ട് ഒരു കൂവെല്ലാം കൂക്കിയിട്ട് വരും.
ഇതൊക്കെ കേട്ട് കേൾവി ചെറിയ ഓർമ്മയുണ്ട്. അച്ഛമ്മ ഉണ്ടാവുന്ന ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് തോട്ടിൽ ഒഴുക്കി കളയുന്ന ചെറിയൊരു ഓർമ്മയുണ്ട്. അങ്ങനെ എന്തോ ചെയ്തത് അതൊന്നുമില്ല അല്ലേ? അല്ല. അപ്പൊ അതിൽ ഒരു അടയും വെക്കണം, ഒരു ഉണ്ണിയപ്പവും വെക്കണം. ഈ രണ്ടപ്പോ. പിന്നെ ഒരു പൈസ വെക്കോ? തുട്ട് നാണയത്തുട്ട് വെക്കും? അല്ല, അതൊന്നുമില്ല. അങ്ങനെ വെക്കും തോന്നുന്നുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. എന്നാണ് ഇല്ലേ എന്തോ ബസ് കൂലി വെക്കുന്നു അങ്ങനെ പറയുന്നേക്കാം. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മ ഈ അപ്പം കൊണ്ടുപോയിട്ട് ഈ കാമനിടുന്നതിന് അടിയിൽ വെക്കും. ഈ അടി കളയുമ്പോ രാവിൻ്റെ വീട്ടിൽ വെക്കും. അങ്ങനെ ചെയ്യും. എനിക്ക് പങ്കെടുക്കാൻ ഇവരെ കൂടെ പൂരം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ എല്ലാ അറിവും പകർന്നു തന്നു സാറിനും സിസ്റ്ററിനും ഒരുപാട് നന്ദി. ശാരീരവീ രാഗമുദാര ഭക്തിയാ നാരീശിരോ ഭൂഷമുരാരി പത്നി ഈരാറുവർണം പരിചോടുയുക്വാ നേരെ നടിച്ചാളതി ഭംഗിയോ. ഗുരുനാഥൻ നാഥൻ നാരായണ ഗുരുനാഥൻ നാഥൻ നാരായണ നമ്പോത്താരിത ഗുരുവുമൊരന്തരമില്ലെന്ന തത്വമുരയ്ക്കും ഗുരുവരന്മാർ ഈരേഴുലകിനും നാഥൻ മഹാഗുരു നാരായണ പദം വാഴുകാരേ മുമ്പാൽ വീളക്കും ഗണപതി വാഴുക മുമ്പാൽ വീളക്കും ഗണപതി വാഴുക വിളക്കും ഗണപതി താവക തുമ്പിക്കരവും കുടവയറും തമ്പിനാലങ്ങജ കാന്തിയെ വെല്ലുന്ന മേനിയൂമൻ ഹൃദി